എനിക്ക് വേറെ പണിയൊന്നുമില്ല. എലി എലി ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയണേ, നീ ഇതങ്ങ് ഇറങ്ങിക്കൂട്. പിള്ളേരുടെ ഇടയിൽ നീ ഒരു തള്ളച്ചായിട്ട് ഇടയിൽ വേണ്ട. സെർവർ വെളിയിലേക്ക് കളഞ്ഞേട്ടാ, സെർവറിന്റെ വെളിയിലേക്ക് കളഞ്ഞു. അല്ല അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അങ്ങോട്ട് പോയി എടുക്കണ്ട. അല്ല അത് ഇങ്ങോട്ട് വന്ന് മേടിച്ചു മരുന്നേ ഒന്ന് മേടിക്കട്ടെ. അങ്ങോട്ട് വെറുതെ കൊണ്ടത്. ആ അല്ല ഇത് ആര്? നിനക്ക് എന്ത് പറ്റി? മൂലത്തിന് തീ പിടിച്ചോലോ എടുത്ത്. ഇത് നിന്റെ പുതിയ ബോയ് ഫ്രണ്ട് ചിമ്പു ആണെന്നൊക്കെ അറിഞ്ഞ്. ഞാൻ തലക്ക് കെട്ടി വെച്ചാ സത്യം അണ്ണാ. അണ്ണ ഒന്ന് ആലോചിച്ചു ഇടയ്ക്ക് വിളിച്ചിട്ട് കാട്ടിന്ന് പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറയല്ലേ. ആമസോൺ ഫോറസ്റ്റിന്റെ പകുതി കൊടുക്കാന്ന് പറഞ്ഞോട് സംഭവിച്ചേട്ടാ. ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത് തെറ്റാണ്. ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത് തെറ്റല്ല, പക്ഷെ നീ വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ളതാണ് ഡൗട്ട്. കല്യാണത്തിന് ഗോഡ്സിലേക്ക് വരുമോ ആർപ്പൊളിക്ക്? കല്യാണത്തിന് ഗോഡ്സിലെ പുറത്താണ്, മുതുകത്താണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ കൂടെ ഒന്ന് വരുവോ? എന്തിനാണ് പ്രശ്നം? അവിടെ ഞാനൊരു ഗ്യാങ് തുടങ്ങി, ഒരു 5-6 പിള്ളേരെ വെച്ചിട്ട്. ഇപ്പൊ അവന്മാര് പറയുന്നു ഞാൻ ഗ്യാങ്ങിന് ഇറങ്ങി പോണോന്ന്. എലിയൊക്കെ വെച്ച് ഗ്യാങ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഇത്ര ദാരിദ്ര്യം പിടിച്ചത് ഗ്യാങ്. ഏതാണ് ഗ്യാങ് ഹൗസ് ഒക്കെ ഉണ്ടോ? ആൾക്കാര് സ്വിമ്മിംഗ് പൂളില്ലാത്തവർ കിടക്കുന്നില്ല ഇവിടെ കേട്ടാ. ഞാനൊരു കഴിവുള്ളവളാണെന്നും എന്നെ ഗ്യാങ്ങിലെ ലീഡർ ആക്കണമെന്നും പറയണം അവന്മാരെടുത്ത്. എല്ലാത്തിനും വിളി, എല്ലാത്തിനും വിളി, എല്ലാത്തിനും വിളി. കൊക്കൊക്കെയാണ് ഗ്യാങ് മെമ്പർ. കണ്ണാപ്പി അല്ല ഗ്യാങ് മാറിന് പറയണേ നമ്മള് മനസ്സിലായി. മിനിമം ഒരു തോക്കെടുക്കാവുന്നവരോട്ടല്ലേ നമ്മള് ഗ്യാങ് മാർ വരും. എലീനോടെ ഒക്കെ ഗ്യാങ് മാർ വരും. തുപ്പിയൊക്കെ എറിയല്ലേ? കൊള്ളാം, എലിയുടെ ഗ്യാങ്ങല്ലേ അങ്ങനെ. അപ്പൊ നിങ്ങളത് സീരിയസ് ആയിട്ട് പറയാനാണ് ഒരു കാര്യം പറയാനാണ് വിളിച്ചത് നിങ്ങളെ. നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആളാരാണ്? അപ്പം ഈ നിങ്ങളെല്ലാരും ഒത്തൊരുമിച്ച് കൊണ്ടുപോണത് ആരാണ്? എലിയല്ലേ? എന്നാലും എലിയല്ലേ നിങ്ങളെല്ലാരും ഒരുമിച്ച് കൊണ്ടുവന്നത്? നിങ്ങളെല്ലാം പല പല ഭാഗത്ത് കിടന്നല്ലേ? ചന്ദ്രന്റെ മോൻ മറ്റേ പേരെടുത്ത് കൊച്ചിന്റെ വാവക്കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ല സിറ്റിയില്. എവിടെ നിന്ന് കണ്ടുപിടിച്ചോണ്ട് വന്ന്. പിന്നെ ഇക്രുമോൻ, പിന്നെ ബാക്കിക്കുന്നത് ആരാണ്? ഒരു ചന്തി മാറ്റിക്കൊണ്ട് സ്ട്രെസ് മാറ്റിക്കൊണ്ടിരിക്കുന്ന പുതിയ പയ്യനാട്ടാ. ഡെയിലി ഓരോരുത്തരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഒരു ഗ്യാങ് എന്നുള്ള രീതിയിൽ നിങ്ങളെല്ലാരും ഒരുമിച്ച് നിർത്തുന്ന എലിയല്ലേ? പിന്നെ കൊക്ക്, പ്രാവ്, ചിമ്പു, കൊരങ്ങൻ, പിന്നെ ചിമ്പു, കൊരങ്ങൻ, പ്രാവ്, കണ്ട കൊക്ക്. പിന്നെ ഇനിയിപ്പോ നാളെ പാമ്പൊക്കെ വരും. പിന്നെ ഓക്കെ. അപ്പൊ ഇത്രയും പേരുടെ ഇടയിൽ എന്തുകൊണ്ടും ഗ്യാങ്ങിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ നമുക്ക് നിർത്താൻ പറ്റുന്നത് എലീനെ അല്ലേ? തലയില് ബുദ്ധിക്ക് വരെ മൊത്തം വിഷം വെക്കുക. ഈ ചെറിയ കൊച്ചുങ്ങളുടെ അടുത്ത് പറയാൻ ഞങ്ങൾ തമ്മിൽ അവിഹിതം ഉണ്ടെന്ന്. എങ്ങനെ ഗ്യാങ് ലീഡർ ആക്കൂ? നല്ല ഏതോ കുടുംബശ്രീ എന്ന് പറഞ്ഞു വിട്ടതാ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ കൂട്ടുകൂടി നടക്കുന്നു. വേറെ ആരും കൂട്ടുകൂടി അങ്ങനെയൊക്കെ പറഞ്ഞ കൊച്ചുകളുടെ ഇടയിൽ മറ്റേ അവിഹിതം എന്നൊക്കെ പറഞ്ഞ. അതിന് അവിഹിതം എന്നാണ് പറയേണ്ടത്. ഇവൻ ഈ വാവക്കുട്ടിയായിട്ട് കണക്ഷൻ ഉണ്ട് ഇതിന്റെ ഇടയ്ക്കൂടെ. പിന്നെ ഒരു കണക്ഷൻ എന്തരടാ നിന്റെ എലി? ഞാൻ കാര്യട്ടെ, ഒരു ഗ്യാങ്ങിൽ ഒരു പ്രശ്നം വരുമ്പോ നീ അല്ലേ അവരെ പിടിച്ചു നിർത്തേണ്ടത്? പ്രശ്നങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട. ഇല്ലല്ല, ചൂരലൊന്നും വേണ്ട. സ്നേഹത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പിള്ളേരാണ്. ചൂരലൊക്കെ അടിച്ചു കൊടുക്കുന്ന പഴയ സ്റ്റൈലാണ്.
അങ്ങനെയാണെ പിന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വോട്ട് ഔട്ട് വെക്കാം നമുക്ക്. കണ്ണാപ്പി ഒരു വോട്ട് ഔട്ട് വെക്കുന്നില്ലടാ എന്റെ ശരി. ഓക്കെ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇല്ല ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു ദിവസം സമയം തരാം. ഒരു ദിവസം ഇന്ന് രാത്രി നമ്മൾ വോട്ട് ഔട്ട് വെക്കാം. ആരൊക്കെ വോട്ട് ഇടോ എന്നുള്ളത് ഇന്ന് രാത്രി മൊത്തത്തില് സംസാരിച്ച് തീരുമാനം എടുത്തിട്ട് പറ. അപ്പൊ ബാക്കി കൊക്കും മറ്റേ കൊരങ്ങനും എല്ലാം വരൂല്ലേ. അപ്പൊ വന്നിട്ട് നമുക്ക് ഇത് വെക്കാം. എന്നിട്ട് അതിനകത്ത് തീരുമാനിക്കുക എലീനെ വേണോ അതോ വേറെ ആരെങ്കിലും എടുക്കണോ എന്നുള്ളത്. ജോക്കി കേൾക്കാൻ ജോക്കി ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനൊക്കെ പറയും എലി നീ വാസുവിന്റെ ഗേൾഫ്രണ്ട് അല്ലേ ഏതാ? നീ ഗ്യാങ് ലീഡർ ആയി കഴിഞ്ഞാൽ ആ കുടവല്ലേ കാണിക്കും. വരത്തില്ല, സിറ്റി പോലും വരത്തില്ല. പിന്നെ കൊച്ചു കഴിവേറികളെന്നാണല്ലേ ഞാൻ അറിഞ്ഞത്. എന്റെ അടുത്ത് എലി പറഞ്ഞ കൊച്ചു കഴിവേറികളെന്നാണ്. എടാ ഒരു സെക്കൻഡ് റേഡിയോ സെന്റാവോ? റേഡിയോ സെന്റാവോ? എലി ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയണേ, നീ ഇതങ്ങ് ഇറങ്ങിക്കൂട്. പിള്ളേരുടെ ഇടയിൽ നീ ഒരു തള്ളച്ചാട്ടിന്റെ ഇടയിൽ വേണ്ട. സെർവർ വെളിയിലേക്ക് കളഞ്ഞേട്ടാ, സെർവറിന്റെ വെളിയിലേക്ക് കളഞ്ഞു. അതാണ് നീ പറഞ്ഞത്. നിങ്ങൾ പറയണ അതിലും ലീഡറിന്റെ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിഷൻ ഒക്കെ എടുക്കാനുള്ള കഴിവ് വേണം. ഇതേപോലെ മറ്റേ കറങ്ങിയൊക്കെ തിന്ന് മറ്റേ കരഞ്ഞോണ്ട് മോങ്ങി കിടന്ന് മറ്റേ കല്യാണം കഴിക്കാത്തതിന്റെ വിഷമം പറഞ്ഞു നടന്നിട്ട് എന്തൊരു കാര്യം. അല്ല വഴി കൂടെ പോകുന്നവരൊക്കെ പേര് ചോദിക്കുന്ന സർവേ സ്പീഡ് ആരാ ചോദിക്കുന്നേ? സ്പീഡോ ആര് ചോദിച്ചു പേര്? സ്പീഡ് വഴി കൂടെ പോകുമ്പോ പയ്യന്മാര് പേരൊക്കെ ചോദിച്ചു വിടുന്നത്.